പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര കരാർ ബുധനാഴ്ച നിലവിൽ വരും. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടാകും. പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഘട്ടം ഘട്ടമായി നിരവധി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കും. സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, നോർവേ, ലിച്ചൻസ്റ്റീൻ തുടങ്ങിയ 4 യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായാണ് ഇന്ത്യ കരാർ ഒപ്പുവെച്ചത്. അടുത്ത 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ സ്വകാര്യ നിക്ഷേപം EFTA രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 10 വർഷത്തേക്ക് വരെ കുറയ്ക്കും. തീരുവ കുറയ്ക്കുന്നതിന്റെ നേട്ടം പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഇന്ത്യ നിരവധി പാൽ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കില്ല. 2024 മാർച്ച് 10 വ്യാപാര കരാർ ഒപ്പിട്ടത്. എന്നാൽ ഈ 4 രാജ്യങ്ങളിലെ നടപടിക്രമങ്ങൾ കരാർ നടപ്പാക്കുന്നത് വൈകിപ്പിച്ചു. യൂറോപ്പിലെ ഒരു സുപ്രധാന സാമ്പത്തിക കൂട്ടായ്മയുമായി സാമ്പത്തിക സംയോജനം ശക്തമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രധാന ചുവടുവയ്പ്പാണ് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഏതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രവുമായോ സംഘടനയുമായോ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വ്യാപാര കരാർ കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സന്ദർശക ID ഉപയോഗിച്ച് സൗദിയിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാമെന്ന് സെൻട്രൽ ബാങ്ക്. രാജ്യത്തുടനീളമുള്ള സാമ്പത്തിക സേവനങ്ങൾ ഉപയോഗിക്കാൻ സന്ദർശകർക്ക് ഇതുവഴി സൗകര്യമൊരുക്കും. സൗദിയിലെ സന്ദർശകർക്ക് ഇപ്പോൾ ഒരു സന്ദർശക ID ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. രാജ്യത്തെ പ്രവാസികൾക്കും സന്ദർശകർക്കും ഇത് ഏറെ ഉപകാരപ്പെടും. സന്ദർശക ID ആഭ്യന്തര മന്ത്രാലയമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ബാങ്കുകൾക്ക് ഇത് പരിശോധിക്കാൻ കഴിയുമെന്ന് സൗദി സെൻട്രൽ ബാങ്ക് പറഞ്ഞു. റെഗുലേറ്ററി മാറ്റങ്ങൾ, ബാങ്കിംഗ് പ്രക്രിയകൾ ലളിതമാക്കൽ, സൗദി അറേബ്യയുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലും ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള സെൻട്രൽ ബാങ്ക് അക്കൗണ്ട് റെഗുലേഷൻസ് അവലോകനത്തിന്റെ ഭാഗമായാണ് ഈ പോളിസി അപ്ഡേറ്റ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ച് എയർ അറേബ്യ. മലയാളി പ്രവാസികൾക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ സുവർണാവസരം. സൂപ്പർ സീറ്റ് സെയിൽ പ്രഖ്യാപിച്ച് എയർ അറേബ്യ. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഏകദേശം 139 ദിർഹം അഥവാ 3140 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത്. എയർ അറേബ്യയുടെ അബുദാബി ഹബ്ബിൽ നിന്ന് കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് നിരക്കിളവുകൾ ലഭ്യമാണ്. അതേസമയം അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് ഏകദേശം 299 ദിർഹം അഥവാ 6750 രൂപ മുതലാണ് നിരക്കുകൾ ആരംഭിക്കുക. ഈ ഓഫർ പ്രകാരം സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 12 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. എന്നാൽ യാത്ര ചെയ്യേണ്ടത് 2026 ഫെബ്രുവരി 17 മുതൽ ഒക്ടോബർ 24 വരെയുള്ള തീയതികളിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീറ്റുകൾ പരിമിതമായതിനാൽ യാത്രക്കാർ വേഗത്തിൽ ബുക്കിംഗ് പൂർത്തിയാക്കണമെന്ന് എയർ അറേബ്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.